പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. എവർക്കും ആക്സസ് PSC ഓൺലൈനിൻ്റെ ഇന്നത്തെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2020 നോബൽ പുരസ്കാരം പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി. ഈ അവസരത്തിൽ നോബൽ സമ്മാനത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വരുന്ന PSC പരീക്ഷകളിൽ ഉദ്യോഗാർത്ഥികൾക്ക് നോബൽ സമ്മാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഈ ക്ലാസ് ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ലോകത്തിലെ പരമോന്നത പുരസ്കാരമാണ് നൊബേൽ സമ്മാനം. ഡൈനാമിറ്റ് എന്ന സ്ഫോടക വസ്തു കണ്ടുപിടിച്ച ആൽഫ്രഡ് നോബലിൻ്റെ സ്മരണക്കാണ് നൊബേൽ സമ്മാനം നൽകുന്നത്. ആൽഫ്രഡ് നോബൽ 1895 നൊബേൽ സമ്മാനം ഏർപ്പെടുത്തിയത്. താൻ കണ്ടുപിടിച്ച ഡൈനാമിറ്റ് എന്ന സ്ഫോടക വസ്തു ലോകം മുഴുവൻ നാശം വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ അസ്വസ്ഥനായ ആൽഫ്രഡ് നോബൽ തൻ്റെ മരണശേഷം ലോകത്തിലെ വ്യത്യസ്ത മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിക്കുന്ന വ്യക്തികൾക്ക് തൻ്റെ പേരിൽ പുരസ്കാരം നൽകണമെന്ന് വസിയത്ത് ചെയ്യപ്പെടുകയുണ്ടായി. ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നൊബേൽ സമ്മാനം നൽകി തുടങ്ങിയത്. 1901 ആദ്യ നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കപ്പെടുന്നത്. ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനമാണ് ആദ്യമായി നൽകിയത്. എക്സ്റേയുടെ കണ്ടുപിടുത്തത്തിന് WC റോൺജൻ ആയിരുന്നു നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ വ്യക്തി. ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനമാണ് റോൺജന് ലഭിച്ചിരുന്നത്. 6 വ്യത്യസ്ത മേഖലകളിലാണ് നൊബേൽ സമ്മാനം നൽകുന്നത്. 5 മേഖലകളിലായിരുന്നു ആദ്യം നൊബേൽ സമ്മാനം നൽകിയിരുന്നത്: സാഹിത്യം, സമാധാനം, ഭൗതികശാസ്ത്രം, രസതന്ത്രം, വൈദ്യശാസ്ത്രം. എന്നാൽ 1969 മുതൽ സാമ്പത്തിക ശാസ്ത്രത്തിന് കൂടി നൊബേൽ സമ്മാനം നൽകി തുടങ്ങി. അങ്ങനെ ഇപ്പോൾ 6 വിഷയങ്ങൾക്കാണ് നൊബേൽ സമ്മാനം നൽകുന്നത്. ആൽഫ്രഡ് നോബലിൻ്റെ ജന്മദിനമായ ഡിസംബർ 10 നൊബേൽ സമ്മാനം നൽകുന്നത്. 1 കോടി സ്വീഡിഷ് ക്രൗണാണ് നൊബേൽ സമ്മാന തുക, ഏകദേശം 8 കോടി രൂപ. 3000-ഓളം പേരിൽ നിന്ന് നാമനിർദ്ദേശം സ്വീകരിച്ച് 300-ഓളം പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയാണ് നൊബേൽ കമ്മിറ്റി പുരസ്കാര ജേതാക്കളെ നിശ്ചയിക്കുന്നത്. നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ വിവരങ്ങൾ 50 വർഷത്തേക്ക് പരസ്യമാക്കാറില്ല. മരണാനന്തര ബഹുമതിയായി നൊബേൽ സമ്മാനം നൽകാറില്ല. എന്നാൽ നാമനിർദ്ദേശ പ്രക്രിയക്കിടെ മരിക്കുന്നവരെ പരിഗണിക്കാറുണ്ട്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഒഴികെ മറ്റ് നൊബേൽ ജേതാക്കളെയെല്ലാം സ്വീഡനിലെ കമ്മിറ്റിയാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ സമാധാന നൊബേൽ നിശ്ചയിക്കുന്നത് നോർവീജിയൻ പാർലമെൻറ്റിൻ്റെ 5 അംഗ സമിതിയാണ്. ഇനി ആദ്യ നൊബേൽ ജേതാക്കളെക്കുറിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് WC റോൺജൻ ആയിരുന്നു എക്സ്റേയുടെ കണ്ടുപിടുത്തത്തിന്. റോൺജനാണ് ആദ്യം നൊബേൽ നൽകിയത്. ആയതിനാൽ നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ വ്യക്തിയായി റോൺജനെ കണക്കാക്കുന്നു. 1901 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് സള്ളി പ്രദോം എന്ന ശാസ്ത്രജ്ഞനാണ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഹെൻറി ഡ്യുനന്റും ഫെഡറിക് പാസിയും പങ്കിട്ടു. ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം WC റോൺജനാണെന്ന് പറഞ്ഞു. രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ജേക്കബ് ഹെൻറിക് വാൻഹോഫിനായിരുന്നു. വൈദ്യശാസ്ത്രത്തിനുള്ള ആദ്യ നൊബേൽ സമ്മാനം ലഭിച്ചത് ഇമിൽ അഡോൾഫ് വാൻ ബെഹറിങ്ങിന് ആയിരുന്നു.
1968 ആൽഫ്രഡ് നോബലിൻ്റെ സ്മരണാർത്ഥം സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ ഏർപ്പെടുത്തിയത്. എന്നാൽ നൽകി തുടങ്ങിയത് 1969. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള ആദ്യ നൊബേൽ സമ്മാനം ലഭിച്ചത് റാഗ്നർ ഫ്രിഫും ജാൻ ടിംബർഗനും ആയിരുന്നു. ഇനി നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരെ കുറിച്ച് നോക്കാം. നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ ഏഷ്യക്കാരനും ഇന്ത്യക്കാരനും രവീന്ദ്രനാഥ ടാഗോറാണ്. 1913 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനമാണ് രവീന്ദ്രനാഥ ടാഗോറിന് ലഭിച്ചത്. 1930 രാമൻ ഇഫക്റ്റ് എന്ന കണ്ടുപിടുത്തത്തിന് CV രാമന് ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. 1968 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ഇന്ത്യൻ വംശജനായ ഹർഗോവിന്ദ് ഖുറാനയ്ക്ക് ലഭിച്ചു. 1979 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസക്കാണ് ലഭിച്ചത്. 1983 S ചന്ദ്രശേഖരന് ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനായി ഇതോടെ S ചന്ദ്രശേഖർ മാറി. 1998 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ഇന്ത്യക്കാരനെ തേടിയെത്തി. അമർത്യ സെന്നിനാണ് 1998 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ഏഷ്യക്കാരൻ കൂടിയാണ് അമർത്യ സെൻ. 2009 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ഇന്ത്യൻ വംശജനായ വെങ്കിട്ടരാമൻ രാമകൃഷ്ണനാണ് ലഭിച്ചത്. 2014 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കൈലേഷ് സത്യാർത്ഥിക്ക് ലഭിച്ചു. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനക്കും കൈലേഷ് സത്യാർത്ഥിക്കും കൂടിയാണ് ലഭിച്ചത്. ഇനി നമുക്ക് നൊബേൽ സമ്മാനവുമായി ബന്ധപ്പെട്ട ഏതാനും പ്രത്യേകതകൾ കൂടി നോക്കാം. നൊബേൽ സമ്മാനം നേടിയ ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് തിയോഡർ റൂസ്വെൽറ്റാണ്. നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ഡാഗ് ഹാമർഷോൾഡ്. നൊബേൽ സമ്മാനം നേടിയ കറുത്ത വർഗക്കാരനായ ആദ്യ കവിയാണ് വോൾസോയിങ്കെ. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ഏക കൃഷിശാസ്ത്രജ്ഞനാണ് നോർമൻ ബോർലോങ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് നോർമൻ ബോർലോങ് ആണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം നൊബേൽ സമ്മാനം നേടിയ അന്താരാഷ്ട്ര സംഘടനയാണ് റെഡ് ക്രോസ് സൊസൈറ്റി. ഏറ്റവും കൂടുതൽ നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് അമേരിക്കക്കാർക്കാണ്. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യ രാഷ്ട്രീയ നേതാവാണ് വിൻസ്റ്റൺ ചർച്ചിൽ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യ മുസ്ലിം വനിത ഷിറിൻ ഇബാദിയാണ്. നൊബേൽ സമ്മാനം നിരസിച്ച ആദ്യ വ്യക്തി ജീൻ പോൾ സാർത്ര. ലോകത്തിലെ പരമോന്നത പുരസ്കാരങ്ങളായ നൊബേൽ സമ്മാനവും ഓസ്കാറും നേടിയ വ്യക്തിയാണ് ജോർജ് ബെർണാഡ് ഷാ. നൊബേൽ സമ്മാനം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി പാകിസ്ഥാൻ്റെ മലാല യൂസഫ്സായി ആണ്.
ആദ്യമായി നൊബേൽ സമ്മാനം നേടിയ വനിത മാഡം ക്യൂറിയാണ്. 1903 ഫിസിക്സിലുള്ള നൊബേൽ സമ്മാനം മാഡം ക്യൂറിക്ക് ലഭിക്കുന്നത്. 1911 കെമിസ്ട്രിയിലും ഇവർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചു. 2 വ്യത്യസ്ത വിഷയങ്ങളിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യ വ്യക്തിയാണ് മാഡം ക്യൂറി. ആരുമായും പങ്കിടാതെ 2 തവണ നൊബേൽ സമ്മാനം നേടിയ ഏക വ്യക്തി ലിനസ് പോളിംഗ് ആണ്. ഒരേ വിഷയത്തിൽ 2 തവണ നൊബേൽ സമ്മാനം നേടിയ വ്യക്തികളാണ് ജോൺ ബർഡീൻ, ഫ്രെഡറിക് സാംഗർ എന്നിവ. ജോൺ ബർഡീന് ഫിസിക്സിനും ഫ്രെഡറിക് സാംഗർക്ക് കെമിസ്ട്രിയിലുമായിരുന്നു നൊബേൽ ലഭിച്ചത്. നൊബേൽ സമ്മാനത്തെക്കുറിച്ച് ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. PSC പരീക്ഷകളിൽ നൊബേൽ സമ്മാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യമെങ്കിലും ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ഈ വർഷത്തെ 2020 നൊബേൽ ജേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നൊബേൽ സമ്മാനം. നൊബേൽ സമ്മാനത്തിൽ 6 വിഷയങ്ങളിലെയും ജേതാക്കളെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഡിസംബർ 10 ആൽഫ്രഡ് നോബലിൻ്റെ ജന്മദിന ദിവസം ഇവർക്ക് നൊബേൽ നൽകും. ആദ്യമായി നമുക്ക് 2020 സമാധാന നൊബേൽ സമ്മാനം ലഭിച്ചതാർക്ക് നോക്കാം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗമായുള്ള ലോക ഭക്ഷ്യ പദ്ധതിക്കാണ് 2020 സമാധാന നൊബേൽ ലഭിച്ചത്. വേൾഡ് ഫുഡ് പ്രോഗ്രാം, ലോക ഭക്ഷ്യ പദ്ധതി എന്ന സംഘടന. യുദ്ധം, സംഘർഷം, രോഗങ്ങൾ തുടങ്ങിയ ദുരിതം വിതക്കുന്ന മേഖലകളിൽ സുരക്ഷയ്ക്കായി നടത്തുന്ന ശ്രമങ്ങൾക്കാണ് പുരസ്കാരം നൽകിയത്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ആസ്ഥാനം റോമാണ്. എന്നാൽ നേതൃത്വം വഹിക്കുന്നത് US ആണ്. US സൗത്ത് കാരലൈന മുൻ ഗവർണർ ഡേവിഡ് ബിസ്ലെയാണ് ഇപ്പോൾ WFP അധ്യക്ഷൻ. പല സാഹചര്യങ്ങളാലും രൂക്ഷമായ ഭക്ഷ്യക്ഷാമം നേരിടുന്ന കോങ്കോ, നൈജീരിയ, സാഹേൽ, ദക്ഷിണ സുഡാൻ, സിറിയ, യമൻ എന്നീ രാജ്യങ്ങളിലാണ് ഇപ്പോൾ പ്രധാനമായും WFP പ്രവർത്തിക്കുന്നത്. ഇനി 2020 വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചത് ആർക്കാന്ന് നോക്കാം. അമേരിക്കൻ ശാസ്ത്രജ്ഞരായ ഹാർവി ജെ ആൾട്ടർ, ചാൾസ് M റൈസ് എന്നിവർക്കും ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ മൈക്കൽ ഹാട്ടനുമാണ് വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചത്. ഹെപ്പറ്റൈറ്റിസ് C വൈറസിനെ കണ്ടെത്തിയതിനാണ് പുരസ്കാരം. കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് C ബാധിതർ ലോകത്ത് 7 കോടിയോളം വരും. വർഷം തോറും 4 ലക്ഷത്തോളം പേർ ഇതുമൂലം മരിക്കുന്നു. ഇതുവരെ വാക്സിൻ കണ്ടെത്തിയിട്ടില്ലാത്ത രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് C. രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഫ്രാൻസിലെ ശാസ്ത്രജ്ഞനായ ഇമാനുവൽ ഷാർപെന്റിയർക്കും അമേരിക്കക്കാരനായ ജെന്നിഫർ ഡോഡ്നക്കുമാണ്. ഇമാനുവൽ ഷാർപെന്റിയർ, ജെന്നിഫർ ഡോഡ്ന. ഇമാനുവൽ ഷാർപെന്റിയർ ഫ്രഞ്ചുകാരനാണ്. ജെന്നിഫർ US. ജീനോം എഡിറ്റിങ്ങിലെ CRISPR-Cas9 സാങ്കേതിക വിദ്യ വികസിപ്പിച്ചതാണ് നൊബേലിന് അർഹമാക്കിയത്. ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്ന സാങ്കേതിക വിദ്യയാണ്
ജീനോം എഡിറ്റിംഗ്. ഇതിന് ഏറ്റവും കൂടുതൽ കൃത്യതയുള്ള മാർഗമാണ് ക്രിസ്പർ കാസ് 9 ഇവർ നിർദ്ദേശിച്ചത്. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് അമേരിക്കൻ കവിയായ ലൂയി എലിസബത്ത് ഗ്ലിക്കിനാണ്. സാഹിത്യ നോബൽ ലഭിക്കുന്ന 16ാമത്തെ വനിത, 2010 ശേഷം ലഭിക്കുന്ന 4ാമത്തെ വനിത എന്നീ പ്രത്യേകതകൾ ലൂയി എലിസബത്ത് ഗ്ലിക്കിനുണ്ട്. അമേരിക്കയിലെ യേൽ സർവകലാശാലയിൽ ഇംഗ്ലീഷ് പ്രൊഫസറാണ് ലൂയി എലിസബത്ത് ഗ്ലിക്ക്. ഫസ്റ്റ് ബോൺ, വൈൽഡ് ഐറിസ്, അവർനോ എന്നിവ ലൂയി എലിസബത്ത് ഗ്ലിക്കിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. 2020 ഭൗതികശാസ്ത്ര നൊബേൽ സമ്മാനം 3 പേർക്കാണ് ലഭിച്ചത്. ബ്രിട്ടീഷുകാരനായ റോജർ പെൻറോസ്, ജർമ്മനിക്കാരനായ റെയ്നാഡ് ഗെൻസാൽ, അമേരിക്കക്കാരിയായ ആൻഡ്രിയ ഗ്രേസ്. തമോഗർത്ത ഗവേഷണത്തിലെ സംഭാവനകൾക്കാണ് പുരസ്കാരം. 2020 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് പോൾ ആർ മിൽഗ്രോമിനും റോബർട്ട് ബി വിൽസണുമാണ്. രണ്ടുപേരും അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരാണ്. ലേല സിദ്ധാന്തത്തിലെ മെച്ചപ്പെടുത്തലുകൾക്കും പുതിയ ലേല സമ്പ്രദായങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾക്കുമാണ് പുരസ്കാരം ലഭിച്ചത്. 2020 നൊബേൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ച് നാം പറഞ്ഞു കഴിഞ്ഞു. ഒരിക്കൽ കൂടി പറയാം. 2020 സമാധാന നൊബേൽ ലഭിച്ചത് ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ലോക ഭക്ഷ്യ പദ്ധതി വേൾഡ് ഫുഡ് പ്രോഗ്രാം സംഘടനക്കാണ്. WFPയുടെ ആസ്ഥാനം റോം ആണ്. വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ ലഭിച്ചത് 3 പേർക്കാണ്. അമേരിക്കൻ ശാസ്ത്രജ്ഞരായ ഹാർവി ജെ ആൾട്ടർ, ചാൾസ് എം റൈസ് എന്നിവർക്കും മൈക്കൽ ഹാർട്ടൺ, ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്, ഇദ്ദേഹത്തിനുമാണ്. രസതന്ത്രത്തിനുള്ള നൊബേൽ ലഭിച്ചത് ഫ്രഞ്ചുകാരിയായ ഇമ്മാനുവൽ ഷാപ്പൻഡിയറിനും അമേരിക്കക്കാരിയായ ജെന്നിഫർ ഡോഡ്നക്കുമാണ്. സാഹിത്യ നൊബേൽ ലഭിച്ചത് അമേരിക്കക്കാരിയായ ലൂയി എലിസബത്ത് ഗ്ലിക്കിനാണ്. സാഹിത്യ നോബൽ PSC പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ബ്രിട്ടീഷുകാരനായ റോജർ പെൻറോസ്, ജർമ്മനിക്കാരനായ റെയ്നാഡ് ഗെൻസൽ, അമേരിക്കക്കാരിയായ ആൻഡ്രിയ ഗ്രസ് എന്നിവർക്കാണ്. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം അമേരിക്കക്കാരായ പോൾ ആർ മിൽഗ്രോം, റോബർട്ട് ബി വിൽസൺ എന്നിവർ പങ്കിട്ടു. നൊബേൽ സമ്മാനത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമെന്ന് കരുതുന്നു. വരുന്ന PSC പരീക്ഷകളിൽ ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ച വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും. PSC ഓൺലൈനിൻ്റെ കൂടുതൽ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.